മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ച ടാറ്റയുടെ കപ്പൽശാല കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് ധാരണാപത്രം ഒപ്പിട്ടതാണ്. കഴിഞ്ഞ വർഷം ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ ടാറ്റ ഗ്രൂപ്പ് പ്രഖ്യാപിച്ച സംരംഭം മിഷൻ സമുദ്രയിലെ പദ്ധതിയായി അവതരിപ്പിക്കുകയായിരുന്നു. 500 കോടിയാണ് ഇതിന്റെ മുതൽ മുടക്ക്. കഴിഞ്ഞ വർഷം ധാരണാപത്രം ഒപ്പിടുന്നതിന്റെ ദൃശ്യങ്ങളും ഭൂമി കൈമാറിയുള്ള സർക്കാർ ഉത്തരവിന്റെ പകർപ്പും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കൊച്ചി തുറമുഖ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിൽ സ്ഥിതി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനമായ മലബാർ സിമന്റ്സ് പാട്ടത്തിനെടുത്തിരിക്കുന്ന ഐലൻഡിലെ 6.93 ഏക്കർ വരുന്ന ഭൂമിയാണ് ഇത്. ഇവിടെയാണ് മലബാർ സിമന്റ്സും ടാറ്റ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗും ചേർന്ന് 500 കോടി രൂപ മുതൽ മുടക്കിൽ കപ്പൽശാല നിർമ്മിക്കുമെന്ന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തീരുമാനമെടുത്ത് ധാരണാപത്രം ഒപ്പിട്ടത്. 100 ടണ്ണിൽ താഴെയുള്ള ബോട്ടുകളും ക്രമേണ വലിയ യാനങ്ങളും നിർമ്മിക്കുന്നതാണ് ടാറ്റയുടെ ആർട്സ് ആൻഡ് കപ്പൽശാലയുടെ പദ്ധതി. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 21, 22 തീയതികളിൽ സംഘടിപ്പിച്ച ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലാണ് ഇതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചത്. ഇതിനു മുൻപ് 2024 ഡിസംബർ 5-ന് അന്നത്തെ വ്യവസായ മന്ത്രി പി രാജീവ് മുംബൈയിൽ ടാറ്റ ഗ്രൂപ്പ് ചെയർമാൻ എൻ ചന്ദ്രശേഖരനുമായി കൂടിക്കാഴ്ച നടത്തിയാണ് ടാറ്റ ഗ്രൂപ്പിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചത്. തുടർന്ന് ഫെബ്രുവരിയിൽ സംയുക്ത സംരംഭത്തിന് ഭൂമി കൈമാറുന്നതിന് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തു. ധാരണാപത്രം ഒപ്പുവെച്ച ശേഷം മലബാർ സിമന്റ്സ്, ടാറ്റ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രതിനിധികൾ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ സ്ഥലത്തേക്ക് ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗുമായി ചേർന്നുകൊണ്ട് 100 ടണ്ണിൽ താഴെയുള്ള ബോട്ട് നിർമ്മാണത്തിന് വേണ്ടി ഒരു ജോയിന്റ് വെഞ്ചറിലേക്ക് കടക്കുകയാണ്. ഇത്തരത്തിലുള്ള പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ UDF സർക്കാരിന് എങ്ങനെ കഴിയുന്നുവെന്നാണ് മുൻ വ്യവസായ മന്ത്രിയുടെ ചോദ്യം. അദ്ദേഹത്തിനൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. പദ്ധതിയെ സംബന്ധിച്ചും ഇത് സത്യസന്ധമായിട്ടാണെങ്കിൽ ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ അദ്ദേഹം ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെയായിരുന്നു, അത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞ് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടതില്ലേ? അത് കൊടുത്തില്ലല്ലോ. ഈ രൂപത്തിൽ അവകാശവാദം വെച്ചാൽ മറ്റ് വലിയ സ്ഥാപനങ്ങൾ കേരളവുമായി ചർച്ച ചെയ്യുന്നതിനുള്ള സാഹചര്യം കൂടി ഇല്ലാതാകും. ടാറ്റ ഗ്രൂപ്പിലെ ലിസ്റ്റഡ് കമ്പനികളിലൊന്നാണ് ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ്. 58 കോടി രൂപ മൂല്യം വരുന്ന ഭൂമിയാണ് കപ്പൽശാല പദ്ധതിക്കായി വിനിയോഗിക്കുന്നത്. പദ്ധതിയുടെ കടലാസു ജോലികൾ കൺസൾട്ടൻസിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഭൂമി കൈമാറ്റത്തിന് ഉത്തരവിറക്കി ധാരണാപത്രം ഒപ്പിട്ട പദ്ധതി ട്രാക്കിലാകാൻ തുടങ്ങുമ്പോഴാണ് മിഷൻ സമുദ്ര പദ്ധതിയിൽ ഉൾപ്പെട്ടത്. പ്രതിപക്ഷം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതോടെ സർക്കാർ നിലപാട് മാറ്റി. കപ്പൽശാലയ്ക്ക് വേണ്ടി മാത്രമല്ല, മിഷൻ സമുദ്രയിലെ വിവിധ പദ്ധതികൾക്കായാണ് 10,000 കോടി എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. അതേസമയം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ധാരണാപത്രം ഒപ്പിട്ട പദ്ധതി എങ്ങനെ UDF സർക്കാർ അടുത്ത നാളിൽ പ്രഖ്യാപിച്ച മിഷൻ സമുദ്രയിൽ കയറിപ്പറ്റി എന്നതിൽ വ്യക്തതയില്ല. നിഖിൽ ജോസഫിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.